നമ്മുടെ യജ്ഞശാലയിൽ യജ്ഞം തുടങ്ങിയ അന്ന് വൈകിട്ട് മുതൽ ആദിത്യൻ, അഭിമന്യു, അർജുൻ ഈ 3 കുട്ടികളും അവരുടെ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പൊ അഭിമന്യു എന്നുള്ള പേര് മാറ്റിയാൽ നന്നായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പേരിപ്പം മാറ്റിയാണ്. അമ്മയും അച്ഛനും എഴുതിയ 5 പേരുകളാണ്. അത് യുക്തമല്ലെന്ന് തോന്നിയാൽ നമ്മളൊരു പേര് പറയാമെന്നും രാജേഷ് പറഞ്ഞിരുന്നു. അപ്പൊ ഭഗവാന്റെ പേരിട്ട ഭാഗം വായിച്ചു. 2 വിദേശികൾ വന്നു. 2 അമ്മമാർ വരിക എന്ന് പറഞ്ഞപ്പോ യശോദാമ്മയും രോഹിണിയമ്മയും പ്രതികരിച്ച് 2 അമ്മമാരെത്തി. അവർ നല്ല ലക്ഷണശാസ്ത്രമാണ്. ഗർഗമണിയാണ് ഭഗവാന് പേരിടുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലെ വെങ്കട തിരുമേനിയും അതുവഴി വന്നു. തിരുമേനി ആ പേരെടുക്കാൻ പോവുകയാണ്. നമുക്ക് നാം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നല്ല പേരാണ് വന്നത്. അനൂപ് എന്ന പേരാണ്. ബാക്കി 4 പേര് ഏതൊക്കെ? വിഷ്ണു, പിന്നെ അനൂപ് നല്ല പേരാണ്. അല്ല, ആയി തന്നെ വന്നില്ലേ? അഭിലാഷ്, വേറെ അഭിനവ്, വേറെ ആദിദേവ്. അത് ആദിത്യനുള്ളവരാണ് വരാൻ. ആദ്യത്തിനൊക്കെ ഉച്ചത്തിൽ നിൽപ്പുണ്ട് വിഷ്ണു. വിഷ്ണു എന്ന് വന്നായിരുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ ആയി വരുന്നില്ല. അപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറായിരുന്നു. അതൊരിക്കൽ തിരുമേനിയുമോ ഇനി അതിന് മാറ്റം. അഞ്ഞൂറിനെ നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാം. കയ്യടി അഞ്ഞൂറ്. ഹാത്തിപത്രങ്ങളുടെ പുതിയ ജന്മദിനമാണ്. അപ്പൊ അഞ്ഞൂറ് നമസ്കാരം. ആദ്യമായിട്ട് കാണിക്കില്ല എന്നും വെച്ചാൽ ശരി. ഈ മുമ്പിൽ ഭാഗവതമുണ്ട്. അനൂപ, അർജുൻ, ആദിത്യ. ആ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് ബോധിയുടെ സാരഥി നമ്മുടെ നെവിൽ എന്ന് വിളിക്കുന്ന ദീപു. അതിന് പ്രത്യേക നമസ്കാരം. നിർമ്മലൻ ധർമ്മപരായണനത്രയും